ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡിൽ ശിവനും കമലിനും കൂടി വീട്ടിലേക്ക് കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകാനായി എത്തിയപ്പോ കുട്ടികളിലെ സത്യമോളുടെ ദേഹത്ത് കുഞ്ഞ് മൂത്രം ഒഴിച്ചു വെച്ചിരിക്കുന്ന വിവരം അറിഞ്ഞതും ഇനി ആ യൂണിഫോം കഴുകി തേച്ചിട്ട് വേണം കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുപോകാൻ അറിയിച്ചതും അത് കേട്ട ഉടനെ തന്നെ ശിവൻ ചോദിച്ചു, അപ്പൊ പിന്നെ താമസിക്കില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് രാഘവനാര് ചോദിച്ചത്, പിന്നെ എന്താടാ പാവാട ഇടാതെ കൊച്ചിനെ കൊണ്ടുപോകാൻ പറ്റുമോ? അതെ, നീ വല്ലതും അറിഞ്ഞോ? ഇന്നലെ രാത്രി ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ നീ ഇങ്ങനെ കറങ്ങി നടന്നോ? രാത്രിയിലുള്ള നിന്റെ ഈ കറക്കം അവസാനിപ്പിച്ചോണം, അതാ വേണ്ടത് എന്ന് രാഘവൻ നായർ ശിവനോട് ദേഷ്യപ്പെട്ടു. ശിവൻ എന്താ ഇന്നലെ നടന്നതെന്ന് എല്ലാവരോടും ചോദിച്ചപ്പോഴേക്കും ഇന്നലെ രാത്രിയിലെ അകത്തെ കള്ളം വരെ കയറി എന്ന് പറഞ്ഞു. കള്ളനെ അകത്ത് വരെ കയറി എന്ന് പറഞ്ഞപ്പോഴേക്കും ശിവൻ ഞെട്ടലോടെ ചാടി എഴുന്നേറ്റു. കള്ളനോ എന്ന് ചോദിച്ചപ്പോ ആ ശാലിനി കണ്ടത് കൊണ്ട് മാത്രം തൽക്കാലം അവൻ ഓടി രക്ഷപ്പെട്ടു. അല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് രാഘവൻ നായർ ദേഷ്യപ്പെട്ടു. അതുകൊണ്ട് ഇന്നു മുതൽ മര്യാദയ്ക്ക് രാത്രിയിലൂടെ ഉണ്ടാവണമെന്ന് രാഘവൻ നായർ ശിവനോട് താക്കീത് ചെയ്യുമെണ്ണം പറയുമ്പോൾ ശിവൻ പെട്ടെന്ന് ആലോചിച്ചു, അപ്പോ രാത്രികാലങ്ങളിൽ ഇവിടെ അങ്ങനെ കയറാൻ പറ്റിയ കള്ളൻ ആരാ ഉള്ളത്? അത്രയ്ക്ക് ധൈര്യമുള്ള കള്ളന്മാരാരാ എന്നൊക്കെ ശിവൻ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അകത്ത് ശാന്തേശി കുഞ്ഞിന്റെ സത്യമോളുടെ യൂണിഫോം കഴുകിയതിനു ശേഷം അത് അയൺ ചെയ്യാനായിട്ട് പോയത്. അപ്പോഴേക്കും സത്യമോള് പറഞ്ഞു, അത് വേണ്ട ശാന്താന്റി എന്ന് പറഞ്ഞപ്പോഴേക്കും, അയ്യോ മോളെ അത് പറ്റത്തില്ല, ഇതേ ഇപ്പൊ തന്നെ ശാന്താന്റി അയൺ ചെയ്തു തരാമെന്ന് പറഞ്ഞ് വേഗം തന്നെ തേക്കാനായിട്ട് ആ അയൺ ബോക്സ് സ്വിച്ച് ബോർഡിലേക്ക് കുത്തിയതും സ്വിച്ച് ഓൺ ചെയ്യാൻ പോയ നിമിഷം തന്നെ ശാന്തയ്ക്ക് ഷോക്ക് അടിച്ച് ശാന്ത നിലത്തേക്ക് തെറിച്ചു വീണു. ശാന്തേച്ചിക്ക് ഷോക്ക് അടിച്ച വിവരം കേട്ട് അവിടെ നിന്ന് സത്യമോൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇതേ ശാന്താന്റിക്ക് ഷോക്ക് അടിച്ചെന്ന്. ഉടനെ തന്നെ പൊന്നി കുഞ്ഞുമായിട്ട് അകത്തേക്ക് കയറി വന്നു. എന്തു പറ്റി പൊന്നിയെന്ന് ചോദിച്ചപ്പം ശാന്തേച്ചിക്ക് ഷോക്ക് അടിച്ചതാണ് എന്ന് ഉറക്കെ പൊന്നി വിളിച്ചു പറഞ്ഞു. വേഗം തന്നെ പിന്നാലെ സത്യാമ്മയും അകത്തേക്ക് കയറി വന്നു. സത്യാമ്മ അവിടേക്ക് എത്തിയതും എന്താ കാര്യമെന്ന് ശാന്തയോട് സത്യാമ്മ ചോദിച്ചു. ഷോക്ക് അടിച്ചതെന്നും കുഞ്ഞിന്റെ ഈ യൂണിഫോം ഒന്ന് അയൺ ചെയ്യാനായിട്ട് അയൺ ബോക്സ് കുത്തിയതും പെട്ടെന്ന് തനിക്ക് ഷോക്ക് അടിക്കുകയുണ്ടായതെന്ന് ശാന്ത അറിയിച്ചു. എല്ലാം കേട്ടതോടെ രാഘവൻ നായരോട് ഉറക്കെ വിളിച്ചു ചോദിച്ചു, എന്താ ഭാമേ, എന്താ പറ്റിയത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹോസ്പിറ്റലിൽ പോണോ എന്ന് ചോദിച്ചപ്പോഴേക്കും കുഴപ്പമൊന്നും ഇല്ല, ശാന്തയ്ക്ക് ചെറുതായിട്ടൊന്ന് ഷോക്ക് അടിച്ചതാ എന്ന് ഉറക്കെ സത്യാമ്മ വിളിച്ചു പറയുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞതും പിള്ള വേഗം തന്നെ രാഘവൻ നായർ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ സാറേ ഇത് പ്രശ്നമാകുമെന്ന്. സാറ് സൂക്ഷിക്കണം. ഈ കുടുംബത്തുള്ള ഓരോരുത്തരെയായിട്ട് ഈ കൊച്ച് ഇല്ലാതാക്കും. കണ്ടില്ലേ, ഇപ്പോ ആ കുഞ്ഞിനെ നോക്കാനായിട്ട് ശാന്ത ഇങ്ങ് വന്നതേ ഉള്ളൂ. ഒന്ന് എടുത്തപ്പോ തന്നെ അതിനുള്ള പണി കൊടുത്തത്. അതാ ഞാൻ പറഞ്ഞത് സാറേ, ഇനി ഈ കുടുംബത്തുള്ള ഓരോരുത്തരെയായിട്ട് ഓരോ ആളുകളെ ഇല്ലാതാക്കുന്ന രീതിയിലാ ആ കൊച്ചിവിടെ നിന്നാൽ സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ പിള്ള രാഘവൻ നായരോട് പറഞ്ഞു. സാറേ, എനിക്ക് ഇവിടെ സാറിന്റെയും മറ്റുള്ളവരുടെയും ജീവനാണ് എനിക്ക് പ്രധാനം. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇപ്പോ ഈ ഷോക്ക് അടിച്ചത് തന്നെ അത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. സത്യത്തിൽ സത്യാമ്മയ്ക്കാണ് ഇത് സംഭവിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? ഇപ്പൊ ചെറിയ രീതിയിലല്ലേ ഈ മരണം ഇവിടെ നിന്നൊന്ന് ഒഴിവായത്. സത്യത്തിൽ മരണം ഓടിക്കേറി വരുന്ന ജാതകമാ ആ കൊച്ചിൻ്റെത് എന്നൊക്കെ രാഘവൻ നായരോട് പിള്ള പറയുമ്പോൾ എല്ലാം കേട്ട ഭയത്തോടെ രാഘവൻ നായർ നിന്നു. അപ്പോഴാണ് കളക്ടറേറ്റിലേക്ക് ശാലിനിയെ കാണുവാനേ അരുണ അഡ്വക്കേറ്റ് എത്തിയത്. ശാലിനിയുടെ ക്യാബിനിലേക്ക് വന്നതും ശാലിനി വളരെ സന്തോഷത്തോടെ അരുണയെ സ്വീകരിച്ചു. എന്തു പറ്റി, അഡ്വക്കേറ്റിനൊക്കെ ഇങ്ങോട്ട് വരാനുള്ള സമയമുണ്ടോ? അല്ല, ഇതുപോലെ കള്ളങ്ങളൊക്കെ കോടതിയിൽ പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ട് കുറേയേറെ സ്ട്രെയിൻ എടുക്കുകയും കുറേയേറെ അതിനുവേണ്ടി പണിപ്പെടുകയും ചെയ്യേണ്ട ആളല്ലേ, ഇങ്ങനെയൊക്കെ കറങ്ങി നടക്കാൻ നേരമുണ്ടോ എന്നൊക്കെ ശാലിനി ചെറിയൊരു തമാശ രൂപേണ ചോദിക്കുമ്പോഴേക്കും അത് കേട്ടതോടെ അഡ്വക്കേറ്റ് പറഞ്ഞു, സത്യത്തിൽ എന്നെ കൊണ്ട് കള്ളം പറയിക്കുകയല്ലേ, നമ്മുടെ ആവശ്യം പറഞ്ഞ് നമ്മുടെ അടുത്തേക്ക് IAS ഇങ്ങനെ കള്ളം പറയണം എന്നുള്ള ആവശ്യമായി എത്തിയാൽ എങ്ങനെ പറയാതിരിക്കാൻ കഴിയും? നമ്മുടെ തൊഴിലതായി പോയില്ലേ എന്നൊക്കെ അരുണയും മറുപടി നൽകി. സത്യത്തിൽ ഞാനിപ്പോ വന്നത് തന്റെ വിലപ്പെട്ട സമയം കുറച്ച് അപഹരിക്കാനാണ്. തനിക്കിനി സമയമില്ല എന്ന് പറഞ്ഞാൽ പോലും ഞാനത് സമ്മതിക്കില്ല എന്ന് അരുണ അറിയിച്ചപ്പോഴേക്കും ശാലിനി ചോദിച്ചു, എന്താ കാര്യം? അപ്പോഴേക്കും അരുണ പറഞ്ഞു, അതെ, എനിക്ക് ശാലിനിയുടെ ഒരു ഹെൽപ്പ് വേണം. സത്യത്തിൽ എൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഞാനും മൂർത്തിയും വളരെ സ്നേഹത്തോടെയാണ് കഴിയുന്നത്. മൂർത്തിക്ക് എന്നോടുള്ള സ്നേഹം ഞാൻ മൂർത്തിയെ എത്രത്തോളം സ്നേഹിക്കുന്നു അതിന്റെ ഇരട്ടിയായി മൂർത്തി എന്നെ സ്നേഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് അച്ഛനും അമ്മയും ഒക്കെ. ഒരു കൊച്ചു കുടുംബം, വലിയ സാമ്പത്തികമില്ല എങ്കിൽ പോലും ഇടയ്ക്ക് ബിസിനസ്സിൽ ചില വീഴ്ചകളൊക്കെ സംഭവിച്ചാലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്ത് സന്തോഷത്തോടെ പോകുന്ന ഒരു കുടുംബം. ഇടയ്ക്ക് ഒരു കരണെന്ന് പറയാനായിട്ട് മൂത്ത സഹോദരിയായിട്ടുള്ള ഭദ്രേശി വരുമ്പോൾ മാത്രമാണ് ദുർഗേശി വരുമ്പോൾ മാത്രമാണ് ചില പ്രശ്നങ്ങളുള്ളത്. അത് എനിക്ക് അത്ര വലിയ കാര്യമായിട്ട് ഞാൻ നോക്കാറില്ല. കാരണം ഇടയ്ക്ക് വരുന്ന ഒരു പുഴുക്കുത്തൽ എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അതിൽ കുറച്ച് നേരത്തേക്ക് അത് കഴിഞ്ഞ് അങ്ങ് പോവുകയും ചെയ്യും. എങ്കിലും ഞങ്ങളുടെ ലൈഫ് വളരെ സന്തോഷത്തോടെ തന്നെ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ആ സന്തോഷം അത് അങ്ങനെ അങ്ങ് ഇല്ലാതായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. സത്യത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയാൽ എനിക്ക് എൻ്റെ മൂർത്തിയെ എന്നേക്കുമായി നഷ്ടമാകും. അത്
എന്നെ സംബന്ധിച്ച് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ശാലിനി ചോദിച്ചു, എന്താണ് ശരിക്കും പ്രശ്നം? തന്റെ ഈ പ്രശ്നത്തിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ശാലിനി അന്വേഷിച്ചപ്പോഴേക്കും ഉടനെ ശാലിനിയോട് അരുണ പറഞ്ഞു, തനിക്കറിയാമല്ലോ ഞങ്ങൾക്ക് കുട്ടികളില്ല എന്നുള്ള കാരണം. അത് വല്ലാത്തൊരു വേദനയും ആശങ്കയും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ ജീവിതത്തെ അലട്ടുകയാണ്. മൂർത്തിയുടെ മനസ്സും അത് വല്ലാതെ ആ ഒരു കാര്യത്തിൽ സങ്കടപ്പെടുന്നുണ്ട്. ഞങ്ങൾക്കൊരു കുഞ്ഞില്ല എന്ന ആ ഒരു വേദന മൂർത്തിയെ വല്ലാതെ തളർത്തി കളയുകയാണ്. ബിസിനസ്സിൽ ഉണ്ടാകുന്ന ചിലപ്പോൾ ഉണ്ടാകുന്ന നഷ്ടങ്ങളും പരാജയങ്ങളും ഒക്കെ ഈ കുഞ്ഞില്ല എന്ന ഒറ്റ കാരണത്താൽ ആ ഒരു കാര്യം കൂടി വരുമ്പോൾ ശരിക്കും ഞങ്ങളുടെ ജീവിതത്തിൽ വല്ലാത്തൊരു വീഴ്ചയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു. ഇനി ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോയാൽ എനിക്ക് എന്റെ മൂർത്തി എന്നേക്കുമായി നഷ്ടമാകും. അതെനിക്ക് സഹിക്കാൻ കഴിയില്ലടോ എന്ന് പറഞ്ഞപ്പോൾ, അല്ല ഒരു കുഞ്ഞാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രോബ്ലം എങ്കിൽ ഒരു കുഞ്ഞിനെ നിങ്ങൾക്ക് ദത്തെടുത്തൂടെ? അതല്ലേ നല്ലത്, ഒരു അഡോപ്ഷന് ശ്രമിക്കില്ലേ എന്ന് ശാലിനി അന്വേഷിച്ചപ്പോഴേക്കും അരുണ പറഞ്ഞു, അതിന് ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്, അതിനുവേണ്ടി ഞങ്ങൾ റിക്വസ്റ്റ് കൊടുത്തിട്ടുമുണ്ട്. പക്ഷേ ഞങ്ങളുടെ റിക്വസ്റ്റ് കിടക്കുന്നത് 57ാമത്തെ നമ്പരാ. അത് ഉടനെ ഒന്നും നടപ്പിലാവില്ല. അത് അങ്ങനെ ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതിനെ ആ ഒരു റിക്വസ്റ്റ് അവര് കണക്കാക്കുമ്പോൾ ഒരു പക്ഷേ ഞങ്ങള് അല്ലെങ്കിൽ എനിക്ക് എന്നെ മൂർത്തിയെ നഷ്ടമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കും. അതുകൊണ്ട് ശാലിനി വിചാരിച്ചാൽ ആ അഡോപ്ഷന്റെ സമയം കുറച്ചുകൂടി ഒന്ന് നേരത്തെ ആക്കി തരാൻ, ഞങ്ങളുടെ കേസ് കുറച്ചുകൂടി നേരത്തെ ഒന്ന് പരിഗണിക്കുന്നതിന് വേണ്ടി ഒരു റിക്വസ്റ്റോ അല്ലെങ്കിൽ ശാലിനിയുടെ ഒരു റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് സാധിക്കും. അതാ ശാലിനിക്കൊന്ന് അതിനൊന്ന് ഹെൽപ്പ് ചെയ്തൂടെ എന്ന് ചോദിച്ചപ്പോഴേക്കും ശാലിനി പറഞ്ഞു, ഇക്കാര്യത്തിൽ എനിക്ക് കൂടുതൽ അറിവൊന്നുമില്ല, എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം, ഞാൻ ഇതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കട്ടെ എന്ന് ശാലിനി പറഞ്ഞു. മതി, ശാലിനി ഇക്കാര്യം ഏറ്റെടുത്താൽ അതിൽ കൂടുതലൊന്നും എനിക്ക് സംശയിക്കേണ്ടത് വരില്ല. കാരണം എല്ലാം ഭംഗിയായി തന്നെ നടക്കും, അതെനിക്ക് തീർച്ചയാണ് എന്ന് ശാലിനിയോട് അരുണ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. താൻ എനിക്കൊരു വാക്ക് തന്നാൽ മാത്രം മതി, അത് നടന്നുവെന്ന് എനിക്ക് ഉറപ്പാണ് എന്ന് പറഞ്ഞ് അരുണ സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് മടങ്ങുന്നു. അതിനുശേഷം ശാലിനി ഫോൺ എടുത്ത് നേരെ വീട്ടിലേക്ക് വിളിക്കുകയാണ്. സത്യാമ്മയുടെ ഫോണിലേക്ക് ശാലിനി വിളിച്ചു. സത്യാമ്മ വന്ന് കോൾ അറ്റൻഡ് ചെയ്തതും ശാലിനി ചോദിച്ചു, സത്യാമ്മ, ഞാൻ ശാന്തേച്ചിയുടെ കുഞ്ഞിന്റെ കാര്യം നോക്കാനായി അവിടേക്ക് വരാൻ പറഞ്ഞിരുന്നു, ശാന്തേച്ചി വന്നോ എന്ന് ചോദിച്ചപ്പോഴേക്കും അത് നല്ലൊരു കാര്യം തന്നെയായിരുന്നു, എന്തായാലും അത് നല്ല തീരുമാനമായി മോളെ. ശാന്ത വന്നിട്ടുണ്ട്. പൊന്നിക്കാണെങ്കിൽ വീട്ടുകാര്യങ്ങളും കുഞ്ഞിന്റെ കാര്യവും എല്ലാം കൂടി നോക്കാൻ കഴിയില്ലല്ലോ. അവൾക്ക് നമ്മളോട് തുറന്ന് പറയാനും ബുദ്ധിമുട്ടാ. അതുകൊണ്ട് അവൾ കഷ്ടപ്പെട്ട് എല്ലാ കാര്യങ്ങളും നോക്കുകയായിരുന്നു. ഓടി നടന്ന് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ടല്ലോ എന്ന് സത്യാമ്മ ശാലിനിയോട് അറിയിച്ചു. അതുകൊണ്ട് ഇപ്പോൾ ശാന്ത വന്നത് വലിയൊരു ഉപകാരമായി. കുഞ്ഞിന്റെ കാര്യം നല്ല ഭംഗിയായി ശാന്ത നോക്കുന്നുണ്ട് എന്ന് ശാലിനിയോട് സത്യഭാമ അറിയിച്ചു. ഉടനെ ശാലിനി പറഞ്ഞു, ഫോൺ ഒന്ന് ശാന്തച്ചിക്ക് കൊടുക്കോ, കുഞ്ഞിന്റെ ചില കാര്യങ്ങളൊന്ന് പറയാനായിരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും അതിനെന്താ എന്ന് പറഞ്ഞപ്പോൾ പൊന്നി അതുവഴി തുണിയെല്ലാം എടുത്തിട്ട് വരുന്ന കാഴ്ച കണ്ടു. പൊന്നി ഈ ഫോൺ ഒന്ന് ശാന്തിക്ക് കൊടുത്തേ എന്ന് സത്യഭാമ അറിയിച്ചു. ശരിയെന്ന് പറഞ്ഞ് തുണി അവിടെ ഇട്ടിട്ട് പൊന്നി ശാന്തയുടെ അരികിലേക്ക് ശാന്തയുടെ അടുത്തേക്ക് ഫോണുമായിട്ട് പോകുന്നു. ശാന്ത ഈ സമയത്ത് കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഉമ്മർത്ത് നിൽക്കുകയായിരുന്നു. കുഞ്ഞിനെ പതിയെ കൊഞ്ചിച്ചുകൊണ്ട് അതുവഴി നടക്കുന്ന കണ്ടപ്പോ രാഘവന്മാർ അരികിലിരുന്ന് സംശയത്തോടെ നോക്കി, ഇവളെന്തിനാ ഈ കൊച്ചിനും കൊണ്ട് എന്റെ അരികിലൂടെ നടക്കുന്നത്? ഇനി ഒരുപക്ഷെ പിള്ള പറഞ്ഞതുപോലെ വല്ല പ്രശ്നങ്ങളും ഉണ്ടാവുമോ എന്നൊക്കെ സംശയപ്പെട്ട് പേടിയോടെ നോക്കിയിരിക്കുകയാണ് രാഘവനായർ. അപ്പോഴാണ് പൊന്നി ഫോണുമായിട്ട് ശാന്തയുടെ അടുത്തേക്ക് എത്തിയത്. ശാന്തേച്ചി, ശാലിനി കുഞ്ഞ് വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഫോൺ എടുത്തതും കുഞ്ഞെ പറഞ്ഞോ എന്ന് ചോദിച്ചു. ശാന്തേച്ചി കുഞ്ഞുമായിട്ട് ഇണങ്ങിയോ, എങ്ങനെയുണ്ട് അവള് എന്ന് ചോദിച്ചപ്പോഴേക്കും ഒരു കുഴപ്പമില്ല, പിന്നെ കുറച്ച് വാശിയുണ്ട്, അത് അമ്മയുടെ അല്ല ചിറ്റമ്മയുടെയാ, ശ്യാമ ചിറ്റമ്മയുടെ എന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു, അത് ശരി തന്നെയാ, വാശി ഇച്ചിരി കൂടുതലുള്ളവളാ, കാരണം നല്ല കുറുമ്പാ, അവളിൽ ആഗ്രഹിച്ച കാര്യം നേടണം, അതാണ് അവളുടെ സ്വഭാവം. പിന്നെ കുഞ്ഞിന്റെ ഡ്രസ്സും മറ്റു കാര്യങ്ങളും കുഞ്ഞിനെ കുളിപ്പിച്ചിടാനുള്ള പൗഡറും ഒക്കെ എന്റെ റൂമിൽ ഇരിപ്പുണ്ട്, ആ പൗഡർ തന്നെ ഇടണം കേട്ടോ എന്നൊക്കെ ശാലിനി അറിയിച്ചു. അതൊക്കെ ഞാൻ നോക്കി ചെയ്തോളാം കുഞ്ഞെ എന്ന് ശാന്ത പറഞ്ഞു. അല്ല, വൈകിട്ടത്തേക്ക് ശാന്തേച്ചി ഉണ്ടാവുമല്ലോ അല്ലേ? വൈകിട്ടാണ് അവളുടെ അംഗം മുഴുവൻ എന്ന് പറഞ്ഞപ്പോ ഉണ്ടാവും കുഞ്ഞെ, കുഞ്ഞൊന്നും ഓർത്ത് പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞപ്പോഴേക്കും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, ആരും ഒന്നും പറഞ്ഞൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഒരു കുഴപ്പമില്ല കുഞ്ഞെ, എല്ലാവരും വളരെ സ്നേഹത്തോടെ തന്നെയാ, പിന്നെ ഞാനിങ്ങോട്ട് വന്നപ്പോൾ ചെറിയൊരു പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞു. എന്ത് പ്രശ്നം എന്ന് ചോദിച്ചപ്പം അത് വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും ചെറിയൊരു പ്രശ്നം, ഞാൻ കുഞ്ഞിന്റെ ഡ്രസ്സ് ഒന്ന് അയൺ ചെയ്യാൻ വേണ്ടി അയൺ ബോക്സ് ഓൺ ചെയ്തതാ, അപ്പോൾ സ്വിച്ച് ബോർഡിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ഷോക്ക് അടിച്ചു, വേറെ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ശാലിനി പറഞ്ഞു, ഇനി അത് മതി, ദുശകനം പറയാനായിട്ടുള്ള ആളുകൾക്ക് അതും വലിയൊരു കാരണമായി മാറുമല്ലോ എന്ന് ശാലിനി പറഞ്ഞതും അതൊന്ന് സാരയില്ല കുഞ്ഞെ എന്ന് പറഞ്ഞ് ശാന്ത ഫോൺ വെച്ചു. അപ്പോഴേക്കും പൊന്നിയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ ശാന്ത വാങ്ങിച്ചു. ശാന്ത കുഞ്ഞുമായി പോകുമ്പോഴേക്കും പിള്ളി എവിടേക്ക് എത്തിയിട്ട് ചോദിച്ചു, ആരാ വിളിച്ചത് എന്ന് ചോദിച്ചപ്പോഴേക്കും ശാന്തനെ ഇപ്പൊ ആരാ വിളിച്ചതെന്ന് അന്വേഷിച്ചു. അത്
ശാലിനി കുഞ്ഞാ വിളിച്ചത്, കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോ ഓ ശരി എന്ന് പറഞ്ഞ് കുഞ്ഞിനെ കൊണ്ട് ശാന്ത അകത്തേക്ക് പറഞ്ഞെങ്കിൽ പൊന്നിയോട് ചോദിച്ചു, കുഞ്ഞിനുള്ള പാലിന്റെ ചൂട് അറിയോ? പൊന്നി, പാലിന്റെ ചൂട് എപ്പോഴേ അറിയിട്ടുണ്ടാവും, എത്ര നേരം എടുത്ത് വെച്ചിട്ട് എന്ന് പറഞ്ഞ് പൊന്നി അകത്തേക്ക് പോയി. പിന്നാലെ ശാന്ത കുഞ്ഞിനെയും കൊണ്ട് പോകുന്നു. ഇത് കണ്ടതോടെ പിള്ള വേഗം തന്നെ രാഘവൻ നായർ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, സാറേ, ഞാൻ പറഞ്ഞത് സാറ് മറക്കണ്ട. നമ്മുടെ കുടുംബത്തുള്ളവർക്ക് ഭാവി, അവരുടെ ജീവിതം സുരക്ഷിതമാക്കുക, അതാണ് ഏറ്റവും പ്രധാനം. സാറേ, ഈ കുഞ്ഞിനെ ഇവിടെ വെച്ചുകൊണ്ട് പോയാലേ ഓരോരോ പ്രശ്നങ്ങൾ ഈ വീടിന്റെ പടി കടന്ന് വരും സാറേ, അതിൽ യാതൊരു സംശയമില്ല. ഇപ്പൊ തന്നെ ശാന്തയുടെ അവസ്ഥ കണ്ടില്ലേ? ശാന്ത ഒന്ന് ആ കുഞ്ഞിനെ എടുത്തപ്പോൾ തന്നെ ശാന്തയ്ക്ക് ആ ഷോക്ക് അടിച്ചത്. സാറേ, ഇനി ഈ കുടുംബത്ത് ഇതുപോലെയുള്ള ഓരോരുത്തരുടെയും നേരെ ആപത്തുകൾ വന്നുകൊണ്ടിരിക്കും സാറേ എന്നൊക്കെ പിള്ളച്ചേട്ടൻ രാഘവൻ നായരോട് പറഞ്ഞുകൊണ്ടിരുന്നു. ഈ സമയത്താണ് കുട്ടികളെയും കൊണ്ട് സ്കൂളിലേക്ക് ജീപ്പിൽ പോയിക്കൊണ്ടിരുന്നത് ശിവൻ. ശിവനോട് കുട്ടികൾ പറഞ്ഞു, അങ്കിളെ എത്രയും വേഗം എത്തിക്കണം കേട്ടോ, ഇന്ന് ഞങ്ങൾക്ക് എക്സാം ഉള്ളതാ, അതുകൊണ്ട് സമയം വൈകരുത്, പറപ്പിച്ചു വിട്ടോ എന്ന് പറഞ്ഞപ്പോ ശിവൻ പറഞ്ഞു, പിന്നില്ലേ, ഞാനല്ലേ മക്കൾക്ക് വാക്ക് തന്നിരിക്കുന്നത്, നിങ്ങളെ എക്സാം എഴുതുന്നതിന് മുമ്പ്, തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളെ അങ്കിള് അവിടെ സ്കൂൾ കോമ്പൗണ്ടിൽ എത്തിച്ചിരിക്കും, എന്താ പോരെ, മക്കള് ധൈര്യമായിട്ടിരുന്നോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വണ്ടി ഇതിലിങ്ങനെ റോഡിലൂടെ ഇങ്ങനെ പറന്നങ്ങ് പോകും എന്ന് പറഞ്ഞ് ശിവൻ വണ്ടി ഓടിച്ചുകൊണ്ട് വരുമ്പോഴാണ് അതുവഴി ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചിട്ട് ഒരു വയസ്സായ സ്ത്രീ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് അലക്ഷ്യമായിട്ട് അതുവഴി വന്നത്. വണ്ടി വരുന്നത് കണ്ടിട്ടും അവര് വേഗം റോഡിലേക്ക് കയറിയപ്പോഴേക്കും ശിവൻ വണ്ടി ചെന്ന് ആ അമ്മയെ തട്ടുന്നു. ആ അമ്മ ഉടനെ തന്നെ നിലത്തേക്ക് വീണ് നെറ്റിയിടിച്ച് നിലത്ത് വീഴുകയും തലയെ പൊട്ടി രക്തം വരികയും ചെയ്തു. ഇത് കണ്ടതോടെ അവിടെ നിന്ന് ശാന്തയുടെ ഭർത്താവ് സുരേന്ദ്രൻ ബഹളം ഉണ്ടാക്കി അരികിലേക്ക് എത്തി. നീ എവിടെ നോക്കിയാടാ വണ്ടി ഓടിക്കുന്നതെന്നെല്ലാം ചോദിച്ചപ്പോ ശിവൻ പറഞ്ഞു, ചേട്ടാ, എന്റെ കുഴപ്പമല്ല, ഈ അമ്മയാണ് റോങ് ആയിട്ട് കയറി വന്നത് എന്ന് പറഞ്ഞപ്പോ അവരെല്ലാവരും തടിച്ചുകൂടി ബഹളം ഉണ്ടാക്കി. എത്രയും വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണേയും വേറൊരു വണ്ടി വിളിക്കുമെന്ന് പറഞ്ഞ് അതുവഴി വന്ന ഒരു കാറിന് മറ്റുള്ളവർ കൈ കാണിച്ച് വേഗം തന്നെ ആ അമ്മയെ വണ്ടിയിലേക്ക് പിടിച്ചു കയറ്റി. എന്നിട്ട് ശിവനോട് അവർ പറഞ്ഞു, അതെ, വേഗം തന്നെ നീ വണ്ടി എടുത്തേ, ആ കാറിന്റെ പിന്നാലെ വേഗം ഹോസ്പിറ്റലിലേക്ക് പോകണം എന്ന് പറഞ്ഞപ്പോഴേക്കും ചേട്ടാ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് ശിവൻ വേഗം തന്നെ ഫോൺ എടുത്ത് കമലിന്റെ ഫോണിലേക്ക് വിളിക്കുന്നു. കമലൻ കോൾ എടുത്ത് എന്താ ആശാനെ എന്ന് ചോദിച്ചപ്പോഴേക്കും, എടാ ചെറിയൊരു പ്രശ്നം ഉണ്ടായി, നീ വേഗം ഈ ചന്തമുക്ക് വരെ ഒന്ന് വരണം, കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കേണ്ടതാണ്, അവർക്കിന്ന് എക്സാം ഉള്ളതാ, അതുകൊണ്ട് സമയം വൈകാൻ പറ്റത്തില്ല, നീ എത്രയും പെട്ടെന്ന് നീ വരാമോ എന്ന് ചോദിച്ചു. ശരി ആശാനെ, ഞാൻ എന്താ വരുന്നു എന്ന് പറഞ്ഞ് കമലൻ വേഗം ഫോൺ വെച്ചു. അപ്പോഴേക്കും ശിവനോട് വണ്ടി എടുക്കാൻ പറഞ്ഞുകൊണ്ട് സുരേന്ദ്രൻ ബഹളം ഉണ്ടാക്കി. എന്റെ ചേട്ടാ, ഞാൻ വരാമെന്ന് പറഞ്ഞല്ലോ, ഈ കുട്ടികൾക്ക് ഇന്ന് സ്കൂളിൽ എക്സാം ഉള്ളതാണ്, അവർക്ക് അവിടെ എത്തണം, അവരുടെ കാര്യമൊന്നും ഞാൻ നോക്കട്ടെ, അല്ലെ കുട്ടികളെ സ്കൂളിൽ ആക്കിയിട്ട് വരാം എന്ന് പറഞ്ഞപ്പോഴേക്കും അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഇപ്പൊ തന്നെ ആ അമ്മയുടെ പിന്നാലെ, ആ വണ്ടിക്ക് പിന്നാലെ പോയേ പറ്റൂ എന്ന് പറഞ്ഞ് സുരേന്ദ്രൻ ബഹളം ഉണ്ടാക്കി. ഉടനെ തന്നെ ശിവൻ കുട്ടികളെ കമലിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. കമലൻ ഓട്ടോയുമായി എവിടേക്ക് എത്തിയപ്പോ, എന്താ അച്ഛനെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഞാൻ ഇടപെടണോ എന്ന് ചോദിച്ചപ്പോഴേക്കും, അതൊന്നും വേണ്ട, നീതാ ഈ കുഞ്ഞുങ്ങളെ വേഗം തന്നെ സ്കൂളിൽ എത്തിക്കാൻ നോക്കിയാൽ മതി, കുട്ടികളെ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞതും കുട്ടികളോട് വേഗം വന്ന് ബാഗ് എടുക്കാനായി കമലൻ പറയുന്നു. അവര് ബാഗ് എടുക്കാനായി പോകുന്ന സമയത്ത് സുരേന്ദ്രൻ ബഹളം ഉണ്ടാക്കുവാണ്. എടാ, നിന്നോടല്ലേ വണ്ടി എടുക്കാൻ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോഴും, ചേട്ടാ, ഇവരെ ഒന്ന് സ്കൂളിലൊന്ന് എത്തിക്കട്ടെ, ഞാൻ വരാം, വരത്തില്ലെന്ന് പറഞ്ഞില്ലല്ലോ, സത്യത്തിൽ ആ അമ്മയുടെ ഭാഗത്ത് തന്നെ തെറ്റ് എന്ന് പറഞ്ഞ് ശിവൻ അവരെയും കൂട്ടി വേഗം വണ്ടി എടുത്ത് അവിടെ നിന്ന് പോകുന്നു. കുട്ടികൾ അപ്പോഴേക്കും ഓട്ടോയിലേക്കും കയറി. സുരേന്ദ്രനും വേറൊരു നാട്ടുകാരനും കൂടി ജീപ്പിൽ കയറി ശിവന്റെ കൂടെ അവിടെ നിന്ന് നേരെ പുറപ്പെട്ടു. ഈ സമയത്ത് ഗോപാലകൃഷ്ണനും വേലായുധനും കൂടി തൃക്കുന്നപുരത്തെ ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചി മോഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള സൈറ്റ് വിസിങ്ങിനായി അവിടെ എത്തിയതായിരുന്നു. അവിടെ തൊഴുതുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ വേലായുധനും ഗോപാലകൃഷ്ണനും അപ്പുറത്ത് മാറി നിന്നു. ഉടനെ ഗോപാലകൃഷ്ണൻ വല്ലാത്ത ഭയത്തോടെ വേലായുധനോട് ചോദിച്ചു, എടാ, ഈ കാണിക്കവഞ്ചിയിൽ മാസം വന്ന് അവര് പണം എടുത്തോണ്ട് പോകുന്നതല്ലേ പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ, അപ്പൊ പിന്നെ ഇതിനകത്ത് വല്ലതും കാണുവോ എന്ന് ഗോപാലകൃഷ്ണൻ ചോദിച്ചപ്പോഴേക്കും വേലായുധൻ പറഞ്ഞു, എടാ, നീ പ്രാർത്ഥിച്ചോ, ആ ഇരിക്കുന്ന കാണിക്കവഞ്ചിയിൽ നമുക്ക് ആവശ്യമുള്ള പണം ഉണ്ടാ, നീ പേടിക്കാതെ. അതെ, നീ എന്താ വിചാരിച്ചത്, ഈ വേലായുധൻ ജനിച്ചതേ കള്ളനായിട്ടല്ല, അതിനുശേഷമാണ്, ജനിച്ചതിന് ശേഷമാണ് വേലായുധൻ കള്ളനായത്, മനസ്സിലായോ? അതുകൊണ്ട് ഇതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് ആലോചിച്ചിട്ടാണ് വന്നത്. എടാ, ഞാൻ ഇവിടുത്തെ ഈ ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചി തുറക്കുന്നത് എപ്പോഴാണെന്ന് അറിയാവോ? അത് സെക്രട്ടറി അവിടെയുള്ള സമയത്താണ്. ഈ സ്ഥലത്ത് സെക്രട്ടറി ഇപ്പോൾ നിലവിലില്ല. ഈ ക്ഷേത്രത്തിലെ സെക്രട്ടറി 3 മാസമായിട്ട് ഈ വിദേശത്തെങ്ങാണ്ട് ടൂർ പോയിരിക്കുക. അപ്പൊ അടുത്ത ആഴ്ചയെ അയാൾ മടങ്ങിയെത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ കാണിക്കവഞ്ചിയിൽ 2-3 മാസത്തെ പണമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാത്രമല്ല, ഈ സമയത്തിനിടയിൽ ഇവിടെ നടന്നത് ഒരു പുനഃപ്രതിഷ്ഠാ ദിനവും പിന്നെ ഒരു സപ്താഹമാണ്. അപ്പോൾ ആ പണം മുഴുവൻ ഈ കാണിക്കവഞ്ചിയിലുണ്ട്. അതുകൊണ്ട് നീ അത് ഓർത്ത് ടെൻഷൻ ആവുമൊന്നും വേണ്ട എന്ന് ഗോപാലകൃഷ്ണനോട് വേലായുധൻ പറഞ്ഞു. പിന്നെ
അപ്പൊ പിന്നെ നമ്മൾ എന്താ ചെയ്യുക, ഇനി എങ്ങനെയാ ഇതിന്റെ പരിപാടികൾ എന്ന് വേലായുധനോട് ഗോപാലകൃഷ്ണൻ ചോദിച്ചപ്പോഴേക്കും വേലായുധൻ പറഞ്ഞു, അതെ ഗോപാലകൃഷ്ണ, നമ്മൾ ഈ സൈറ്റ് വിസിറ്റിങ്ങിന് വരുന്നത് എന്തിനാണെന്നറിയോ? ഇവിടുത്തെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി വെക്കണം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ എവിടെയെങ്കിലും CCTV ഫോട്ടോസ് ഉണ്ടോ, CCTV ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ഇവിടുന്ന് ഇത് മോഷ്ടിക്കുന്ന സമയത്ത് ഏതെങ്കിലും CCTVയിൽ നമ്മൾ പെടുമോ എന്നതാണ് അറിയേണ്ടത്. അതിനെ ഇവിടെ നിന്ന് മൊത്തത്തിലൊന്ന് ഇങ്ങനെ കറങ്ങി നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് വേലായുധൻ അവിടെ നിന്ന് ചുറ്റും കറങ്ങി കാണിച്ചു. എന്നിട്ട് പിന്നീട് ഗോപാലകൃഷ്ണനോട് പറഞ്ഞു, പിന്നെയായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ വൈകിട്ട് നമ്മൾ മോഷ്ടിക്കാൻ വരുന്ന സമയത്ത് ഈ ക്ഷേത്രത്തില് എത്ര വാതിലുകളുണ്ട് എന്നാണ് ശ്രദ്ധിക്കേണ്ടത്. അത് എത്ര എണ്ണം ഉണ്ടാകുമെന്ന് നോക്കണം. പിന്നെ വേണ്ടത് ഈ കാണിക്ക വഞ്ചിയുടെ ലോക്ക് അത് ഏത് രീതിയിലാണ് തുറക്കേണ്ടത്, എങ്ങനെയുള്ള ലോക്കാണെന്നുള്ളത്, അത് ഏത് രീതിയിൽ നമുക്ക് ഗ്യാസ് കട്ടർ വെച്ച് തുറക്കാൻ പറ്റുമോ, എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെ വല്ലതും ചെയ്യുമ്പോൾ ശബ്ദം കേട്ട് നാട്ടുകാർ ഓടിക്കൂടാനുള്ള സാധ്യതയുണ്ടോ, ഇതൊക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. പിന്നെ ഇതിന്റെ ഈ കാണിക്ക വഞ്ചിയുടെ ഒരു ഫോട്ടോ എടുക്കാം എന്ന് പറഞ്ഞത് വേഗം തന്നെ ഒരു മൊബൈൽ ഫോൺ കയ്യിലെടുത്തിട്ട് അതിന്റെ ഫോട്ടോ എടുക്കുന്നു. ഇത് കണ്ടതോടെ ഗോപാലകൃഷ്ണൻ ചോദിച്ചു, വേലായുധ, ഇതെവിടുന്ന നിനക്ക് ഈ ഫോൺ? അപ്പോഴേക്കും വേലായുധൻ പറഞ്ഞു, എടാ നീ എന്താ കരുതിയിരിക്കുന്നത്, ഞാനേ ഇത് വേറൊരുത്തന്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചതാ. ഇനി അഥവാ വല്ല അന്വേഷണമോ മറ്റോ ഒക്കെ വരുവാണെങ്കിലേ നമ്മളിതാ ഈ ഫോൺ അങ്ങോട്ട് വെച്ചു കൊടുക്കും. അപ്പൊ പിന്നെ ഈ ഫോണിന്റെ ഉടമസ്ഥനാരോ അവന്റെ പിന്നാലെ പോയിക്കോളും, മനസ്സിലായോടാ എന്ന് പറഞ്ഞപ്പോഴേക്കും ഗോപാലകൃഷ്ണൻ പറഞ്ഞു, വേലായുധ, നീ ചില്ലറയാളല്ലടാ, നീ കള്ളന്മാരുടെ ഇടയിൽ തന്നെ നീ ഗോഡ് ഫാദറാ എന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ട് വേലായുധൻ പറഞ്ഞു, അതെ, ഇനിയുണ്ട് കാര്യങ്ങള്. നമ്മൾ ഈ സൈറ്റ് വിസിറ്റിങ്ങിന് വരുമ്പോ കൃത്യമായി ശ്രദ്ധിക്കേണ്ടത്, ഇനി ഇവിടെ എത്ര വാതിലുകളുണ്ടെന്ന് നോക്കണം. അഥവാ നമ്മളിത് മോഷ്ടിക്കുന്നതിനിടയിൽ വല്ല ആളുകളും വന്ന് നമ്മളെ പിടികൂടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റിയ 3-4 വാതിലുകൾ വേറെ കണ്ടെത്തി വെക്കണം. അതാണ് ഇവിടെ അടുത്തതായി നോക്കേണ്ടത് എന്ന് വേലായുധൻ പറഞ്ഞു. ആരും പിടിക്കാനൊന്നും വരുന്നില്ല. ഇനി അഥവാ ആരൊക്കെ തടസ്സമായി വന്നാലും നമ്മൾ ഇതും പൊക്കിക്കൊണ്ട് പോകും എന്ന് വേലായുധൻ ഗോപാലകൃഷ്ണനോട് പറഞ്ഞു. ഗോപാലകൃഷ്ണൻ ചോദിച്ചു, വേലായുധൻ, ഇതൊക്കെ നടക്കുവോ, ആരെങ്കിലും നമ്മളെ പിടിക്കുവോ എന്നൊക്കെ ചോദിച്ചതും, അതെ, ഭഗവാൻ ഇതിനൊക്കെ നമുക്ക് കൂട്ടായിട്ടുണ്ടാകും, അതിനുള്ള അനുവാദം ഭഗവാനോട് തന്നെ ചോദിക്കുക. എടോ, താൻ മനസ്സിൽ തന്റെ മകളെ കുറിച്ച് ചിന്തിച്ചാൽ മതി എന്ന് വേലായുധൻ പറഞ്ഞു. താൻ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് തന്റെ മകളുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഭഗവാനോട് അനുവാദം ചോദിച്ചു. ഭഗവാൻ സെന്റിമെന്റ്സിൽ വീഴാത്ത ഒരു ഭഗവാനും ഈ ലോകത്തില്ല എന്ന് പറഞ്ഞ് വേലായുധൻ ഗോപാലകൃഷ്ണനോട് ഭഗവാന്റെ അനുവാദം മേടിക്കാനായി പറഞ്ഞു വിടുന്നു. ഗോപാലകൃഷ്ണൻ കാണിക്ക വഞ്ചിയുടെ മുന്നിൽ വന്നു നിന്ന് ഭഗവാനോട് സങ്കടത്തോടെ പറഞ്ഞു, നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്, എൻ്റെ മോളുടെ ജീവിതം രക്ഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു കടുങ്കൈ ചെയ്യുന്നത്, ഞങ്ങളോട് പൊറുക്കണം ഭഗവാനെ എന്നൊക്കെ ഗോപാലകൃഷ്ണൻ സങ്കടത്തോടെ ഭഗവാന് മുന്നിൽ തന്റെ അവസ്ഥ അറിയിച്ചു. ശാരദയോ അരികിലില്ല. ഈ ഒരു അവസ്ഥയിൽ എങ്ങനെയെങ്കിലും എനിക്ക് കുറച്ച് പണം സംഘടിപ്പിച്ചേ പറ്റൂ എന്നൊക്കെ ഗോപാലകൃഷ്ണൻ സങ്കടം ബോധിപ്പിച്ചു. അതിനുശേഷം ആ കാണിക്ക വെഞ്ചിൽ തലവെച്ച് ഭഗവാൻ ഇതിലുള്ളതെല്ലാം തരണേ എന്ന് ഭഗവാനോട് മനമൊരുക്കി പ്രാർത്ഥിച്ച് തന്റെ പ്രശ്നങ്ങളൊക്കെ തീരാൻ ഇതിനെ കൊണ്ട് സാധിക്കണേ എന്ന് ഭഗവാനോട് പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന ഒരു നോട്ട് കൂടി ആ കാണിക്കവഞ്ചിയിലിട്ട് പ്രാർത്ഥനയോടെ ഗോപാലകൃഷ്ണൻ നിന്നു. അതിനുശേഷം ശിവൻ വണ്ടി ഇടിപ്പിച്ച ആ സ്ത്രീയുമായി ഹോസ്പിറ്റലിൽ എത്തിയതും ഹോസ്പിറ്റലിൽ ഡോക്ടർ അവരെ പരിശോധിക്കണം. ആ അമ്മയുടെ തലയിലെ മുറിവ് കെട്ടിവെച്ചതിന് ശേഷം മെഡിസിന്റെ കാര്യങ്ങളൊക്കെ ഡോക്ടർ നേഴ്സിനോട് അറിയിച്ചു. ഈ സമയത്ത് അവിടേക്ക് ഓടിയെത്തിയ സുരേന്ദ്രനും മറ്റാളുകളും ഒക്കെ അവിടേക്ക് വണ്ടി ഇടിപ്പിച്ചതിന്റെ പേരിൽ ശിവനെ ചോദ്യം ചെയ്യാനായി കുറച്ച് നാട്ടുകാർ അവിടെ കൂടി. അവർ പറഞ്ഞു, അതെ, കണ്ടിട്ട് കുറച്ച് കാശുള്ള കുടുംബത്തെ ആളാണ്, അതുകൊണ്ട് തൽക്കാലം നമുക്ക് കുറച്ച് പണം തന്ന് അവർ രക്ഷപ്പെടാൻ നോക്കിയാലൊന്നും, 5-10 രൂപ തന്ന് രക്ഷപ്പെടാൻ നോക്കിയാലൊന്നും അതിനെ സമ്മതിച്ചുകൂടാ. കാരണം ഇനി എത്രയും വേഗം തന്നെ അവന്റെ കയ്യിൽ നിന്ന് കുറച്ചേറെ പണം മേടിക്കണം, അതിന് അവനെ വിരട്ടുക തന്നെ നിവൃത്തിയുള്ളൂ എന്നൊക്കെ അവർ പരസ്പരം പറഞ്ഞു. അങ്ങനെ തന്നെ ചെയ്യാനും ജോണേട്ടൻ പറയുന്നത് എന്താണോ അതിനൊപ്പം ഞങ്ങൾ നിൽക്കാമെന്നും ഒക്കെ നാട്ടുകാരെല്ലാവരും കൂടി അഭിപ്രായം അറിയിച്ചു. അപ്പോഴാണ് ശിവൻ അരികിലേക്ക് എത്തിയത്. അമ്മയ്ക്ക് വേണ്ട മെഡിസിൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, വേണ്ട ചികിത്സയും നൽകിയിട്ടുണ്ട്, ഇവിടെ ഹോസ്പിറ്റൽ ബില്ലും ഞാൻ പേ ചെയ്തിട്ടുണ്ട്, ഈ തുക ഇത് അമ്മയുടെ കയ്യിൽ കൊടുത്തേക്കണം എന്ന് പറഞ്ഞ് ശിവൻ കുറച്ച് പണം എടുത്ത് അവിടെ നിന്ന് ആളുകളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ഉടനെ അയാൾ പറഞ്ഞു, ഇതൊന്നും തന്നാ പറ്റില്ല, അതെ, പ്രായമായ സ്ത്രീയാണ്, അവർക്ക് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിട്ട് കുറച്ച് പണം തന്ന് നക്കാപ്പിച്ച് തന്ന് രക്ഷപ്പെട്ടു പോകാനാണ് നോക്കുന്നത് എന്നൊക്കെ ശിവനോട് അവർ തട്ടിക്കയറി. ഉടനെ ശിവൻ പറഞ്ഞു, അതെ, ആ അമ്മയ്ക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്, ആ അമ്മയുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റെന്നും ആ അമ്മയ്ക്ക് കാര്യം ബോധ്യമായിട്ടുണ്ട്, ഇനി നിങ്ങളായിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ ശിവന്റെ ഫോണിലേക്ക് കമലം വിളിച്ചു. കോൾ എടുത്തതും എന്താ കമല എന്ന് ചോദിച്ചപ്പോൾ കമലം പറഞ്ഞു, ആശാനെ, കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവന്നപ്പോൾ ലേറ്റായി എന്ന് പറഞ്ഞ് ടീച്ചർ എക്സാം എഴുതാൻ സമ്മതിച്ചില്ല,
ഞാൻ പറഞ്ഞു ആക്സിഡന്റ് ഒക്കെ ഉണ്ടായ സംഭവങ്ങളൊക്കെ. പക്ഷെ അതൊന്നും അവര് കൂട്ടാക്കുന്നില്ല. കുട്ടികളെ ഇപ്പൊ പുറത്ത് നിർത്തിയിരിക്കുകയാ. ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോഴേക്കും, ആ ഇതിപ്പോ മെയിൻ എക്സാം ഒന്നും അല്ലല്ലോ. എന്തായാലും കുട്ടികളെയും കൂട്ടി നീ വേഗം വീട്ടിലേക്ക് തിരിച്ചു വിട്ടോ എന്ന് പറഞ്ഞു. ശരി ആശാനെ എന്ന് പറഞ്ഞ് അവിടുത്തെ കാര്യം എന്തായി? ഇതൊക്കെ ഏകദേശം ഡീലപ്പായി. നീ എന്തായാലും അങ്ങോട്ട് കുട്ടികളെ കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് കമലൻ ഫോൺ വെച്ചു. അപ്പോഴേക്കും സത്യയും പപ്പിയും ചോദിച്ചു, കമലനെങ്കിൽ ഇനി എന്താ ചെയ്യുക എന്ന് ചോദിച്ചപ്പോഴേക്കും, അതെ ആശാൻ പറഞ്ഞതേ നിങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാ എന്ന് പറഞ്ഞു. വീട്ടിലേക്കോ? അപ്പൊ ഇന്ന് എക്സാം എഴുതാൻ പറ്റില്ലേ എന്ന് ചോദിച്ചു. അതൊന്നും സാരമില്ലെന്നേ, മക്കള് വന്നേ, ഇതൊന്നും പ്രധാനപ്പെട്ട എക്സാം ഒന്നും അല്ലല്ലോ, വാ എന്ന് പറഞ്ഞ് കുട്ടികളെ വണ്ടിയിൽ കയറ്റി അവിടുന്ന് കമലൻ നേരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഈ സമയത്ത് ശിവൻ പണം കൊടുത്തിട്ട് പോകാൻ തുടങ്ങുമ്പോഴേക്കും നാട്ടുകാരെല്ലാരും കൂടി ശിവനെ തടയുകയാണ്. അങ്ങനെ അങ്ങ് പോകാൻ സമ്മതിച്ചിട്ട് വേണ്ടേ, നീ ഇവിടെ വരുത്തി വെച്ച ആ പാവം അമ്മയ്ക്ക് പണം ഇത്രയും കൊടുത്ത് ഒഴിവാക്കാമെന്ന് നീ ഒന്നും നോക്കണ്ട എന്ന് പറഞ്ഞ് അവര് ബഹളം ഉണ്ടാക്കുന്നു. ഇത് കേട്ടതും ശിവൻ പറഞ്ഞു, ഇതിലും വലിയ മരട് വെടിക്കെട്ട് കണ്ട് വളർന്നവനാ, അപ്പോഴാണോ ഇവന്റെ മുന്നിൽ ഓലപ്പടക്കം കാണിച്ച് പേടിപ്പിക്കാൻ നോക്കുന്നതെന്ന് ചോദിച്ച് ശിവൻ അവരോട് തട്ടിക്കയറുന്നു. അതെ, ഇത് ഹോസ്പിറ്റൽ ആയതുകൊണ്ടാ ഞാൻ മര്യാദയോടെ നിൽക്കുന്നത്, അല്ലായിരുന്നെങ്കിലുണ്ടല്ലോ എന്ന് പറഞ്ഞ് ശിവൻ അവരോട് തട്ടിക്കയറി. അവരെല്ലാവരും ശിവനെ അവിടെ പിടിച്ചു നിർത്താനും കയ്യേറ്റത്തിനും ഒക്കെ ഒരുങ്ങുമ്പോഴാണ് അവിടേക്ക് ഡോക്ടർ എത്തിയത്. എന്താ ഇവിടെ സംഭവം എന്ന് ചോദിച്ച് ഡോക്ടർ അവരെ എല്ലാവരും പിടിച്ചു മാറ്റി ശിവനെ അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു. ശിവനോട് ഡോക്ടർ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴേക്കും ശിവൻ പറഞ്ഞു, ഇവിടെ മനഃപൂർവ്വം ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചതല്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ശിവനോട് അവിടെ റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് വേഗം ഡോക്ടർ മഹേന്ദ്രനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നു. ഈ സമയത്ത് വിവരം അറിഞ്ഞ് ശാലിനി ഹോസ്പിറ്റലിലേക്ക് എത്തിയത്. അപ്പോഴേക്കും അവിടേക്ക് വരുന്ന സമയത്ത് ഡോക്ടർ മഹേന്ദ്രനുമായി സംസാരിക്കുന്നതാണ് ശാലിനി കണ്ടത്. മഹേന്ദ്രനോട് ഡോക്ടർ പറഞ്ഞു, അതെ, ശിവന്റെ ഹാർട്ട് അത് മറ്റൊരാളുടെ ഹാർട്ടാണെന്നുള്ള കാര്യം മറക്കണ്ട. അതുകൊണ്ട് വേണ്ട കെയറിങ്ങും വേണ്ട രീതിയിലുള്ള ആരോഗ്യ പരിരക്ഷണവും നൽകണം. ശിവന്റെ ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തിട്ടുള്ള കാര്യമുണ്ട് എന്ന് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്നൊക്കെ ഡോക്ടർ മഹേന്ദ്രനോട് ദേഷ്യപ്പെടുന്നു. അപ്പോഴേക്കും മഹേന്ദ്രൻ പറഞ്ഞു, എന്നാലാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഡോക്ടർ, ഇനി എന്താന്ന് വെച്ചാൽ വിധി പോലെ വരട്ടെ എന്ന് പറഞ്ഞ് മഹേന്ദ്രൻ കൈയൊഴിയുന്ന രീതിയിൽ സംസാരിച്ചു. ഇതെല്ലാം ശാലിനി കേൾക്കാനിടയായി. ഉടനെ അവിടെ നിന്ന് മഹേന്ദ്രൻ പോയി കഴിയുമ്പോഴേക്കും ശാലിനി ആ ഡോക്ടറുടെ അരികിലേക്ക് എത്തി. ഡോക്ടർ, ശിവന്റെ ഹാർട്ട് മാറ്റിവെച്ചതാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഏത് ശിവൻ എന്നൊന്നും അറിയാത്ത പോലെ ഡോക്ടർ സംസാരിച്ചു. ഉടനെ ശാലിനി പറഞ്ഞു, ഡോക്ടർ, ഞാൻ ചോദിച്ചത് മഹേന്ദ്രന്റെ മകൻ ശിവന്റെ കാര്യമാ എന്ന് പറഞ്ഞപ്പോഴേക്കും ഡോക്ടർ ആകെ അന്താളിച്ച് നിൽക്കുന്നു. ഉടനെ ശാലിനി കാര്യങ്ങൾ വിശദമായി ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുന്നു. അങ്ങനെ ആ ഹാർട്ട് മാറ്റി വെച്ചതാണെങ്കിൽ അത് ആരുടെ ഹാർട്ടാണെന്ന് തനിക്ക് അറിയണമെന്ന് ശാലിനി ആവശ്യപ്പെടുമ്പോൾ ഉടനെ തന്നെ അതിന്റെ ഡീറ്റെയിൽസ് ശാലിനി മനസ്സിലാക്കുന്നു. അതോടെ ശാലിനി ഇത്രയും നാളും അന്വേഷിച്ച് നടന്ന ആള്, അതും വിഷ്ണുവിന്റെ ഹാർട്ട് മാറ്റിവെച്ചിരിക്കുന്നത് ശിവനിലാണ് എന്നുള്ള സത്യം ശാലിനി ഞെട്ടലോടെ അറിയുകയും അതുകൊണ്ടാണ് ശാലിനിയോടും ആ കുടുംബത്തോടും ശിവൻ ഇത്രത്തോളം താല്പര്യവും ആ കുടുംബത്തോട് ഇത്രത്തോളം അടുപ്പവും ശിവൻ കാണിക്കുന്നതും പല കാര്യങ്ങളും ശിവൻ മനസ്സിലാക്കിയതും അന്ന് അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് അച്ഛന് ശ്വാസം മുട്ടൽ അധികരിച്ചപ്പോൾ അന്ന് ആ ഇൻഹേലറിന്റെ കാര്യമൊക്കെ കൃത്യമായി ശിവൻ കണ്ടെത്തി കൊടുത്തതിന്റെ പിന്നിലുള്ള കാരണവും അത് ശിവന്റെ ഹൃദയം എന്ന് പറയുന്നത് വിഷ്ണുവിന്റെ ഹൃദയമായതുകൊണ്ടാണെന്നുള്ള സത്യം ഞെട്ടലോടെ ശാലിനി മനസ്സിലാക്കുന്നു.